ഹലോ നമസ്കാരം എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. നമ്മൾ പലർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ബിരിയാണി. ആ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ബിരിയാണികളുണ്ടെങ്കിലും തലശ്ശേരി ബിരിയാണിയോട് ഒരു പ്രത്യേക ഇഷ്ടം നമ്മളിൽ പലർക്കും ഉണ്ട്. അപ്പോൾ തലശ്ശേരി ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന അതിൻ്റെ സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ നമുക്ക് ആ തലശ്ശേരി ബിരിയാണിയുടെ മസാലക്കൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇതാ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഞാനിപ്പോൾ പറയാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട ഇതുപോലത്തെ ഒരു 2 ചെറിയ കഷ്ണങ്ങൾ എടുക്കുക. പിന്നെ ഇത് സാജീരകമാണ്, 1/2 ടീസ്പൂൺ എടുക്കുക. ഇത് നമ്മൾ സാധാരണ ജീരകം, അതും ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ എടുക്കുക. ഇത് നമ്മളുടെ ജാതിക്കയാണ്, അതൊരു ചെറിയ കഷ്ണം എടുക്കുക, കൂടിപ്പോകരുത്. ഒരു 12 ഏലക്ക എടുത്തിട്ടുണ്ട്. 3/4 മുതൽ 1 ടീസ്പൂൺ വരെ മല്ലി എടുക്കുക, നമ്മളുടെ സാധാരണ മല്ലിപ്പൊടി പൊടിച്ചെടുക്കുന്ന മല്ലി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കറുത്ത ഏലക്കയാണ്, വലിയ ഏലക്ക എന്നൊക്കെ പറയും, വേറെ എന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു 6-7 ഗ്രാമ്പൂ എടുക്കുക. പിന്നെ ഒരു തക്കോലം എടുക്കുക. അത് കണ്ട് ചെറിയ പൂ പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, സ്റ്റാർ അനിയാഷ്, അതെടുക്കുക ഒരെണ്ണം. പിന്നെ ബേ ലീഫ് വേണം 2 എണ്ണം. പിന്നെ പെരിഞ്ജീരകം ഒരു വലിയ ടേബിൾ സ്പൂൺ വേണം. കുരുമുളക് ഒരു 1.25 ടേബിൾ സ്പൂണും വറ്റൽമുളക് ഒരു 5-6 വേണം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ വൈറ്റ് കസ്കസും അതുമാതിരി ജാതിപത്രിയും ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നല്ല പോലെ ഒരു ചീൻചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ മുളകും ബേ ലീഫും അതുപോലെ തന്നെ കറുവപ്പട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കറുത്ത ഏലക്ക അതുപോലെ തന്നെ ജാതിപത്രിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഇതിന് കുറച്ചൊരു മൂപ്പ് കൂടുതലാണ്, അതുകൊണ്ട് ഇത് ആദ്യമേ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച ശേഷം ബാക്കി എല്ലാ ചേരുവകളും ഇതിലേക്ക് ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മുരിയിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലിടണം, അതുപോലെ തന്നെ കൈ വിടാതെ ഇളക്കണം. ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ മസാലയ്ക്ക് യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ആ ഒരു കയ്പ്പ് രസം വരികയും ചെയ്യും. അതുകൊണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൈ വിടാതെ ഇളക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ചേരുവകളുടെ എല്ലാം അളവ് കൃത്യമായിരിക്കണം. എസ്പെഷ്യലി പട്ട, ജാതിക്ക, അതുമാതിരി നമ്മുടെ തക്കോലം, ഇതൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ മല്ലി, ഇതൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുത്തൽ മുന്നിട്ട് നിൽക്കും. ഇപ്പോൾ കുറച്ചൊരു ഏലക്കയോ അല്ലെങ്കിൽ ഒരു പെരിഞ്ജീരകമോ കുരുമുളകോ ഒക്കെ, ഏലക്കയോ കുരുമുളകോ മുളകോ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. ബാക്കി എല്ലാ ചേരുവകളുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല, ആ കുത്തൽ നിൽക്കും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഇത് പാത്രത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് ആ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഇത് പൊടിച്ചെടുക്കണമല്ലോ, അപ്പോൾ മിക്സിയിലേക്ക് ആക്കി കൊടുക്കുക. മിക്സിയിലിട്ടിട്ട് അപ്പം തന്നെ അങ്ങോട്ട് പൊടിച്ചെടുക്കരുത്. ഒന്ന് തണുത്ത്, അന്ന് ഒരുപാട് അങ്ങോട്ട് തണുത്തും പോകരുത്, ഒരു ഇളം ചൂടുള്ള പരുവത്തിൽ ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നല്ലതുപോലെ പൊടിച്ചെടുക്കണം എന്ന് ഉദ്ദേശിച്ചത് ഭയങ്കര ഫൈനായിട്ട് പൊടിച്ചെടുക്കണം എന്നല്ല, കുറച്ച് കോസായിട്ട് തരിതരിപ്പിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. നമ്മൾ മീൻ വറുത്തതിനൊക്കെ കുരുമുളക് പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരിച്ച് എടുക്കണം, ആ പൊടി രൂപത്തിലല്ല എടുക്കുന്നത്, കുറച്ച് തരിതരിപ്പിലല്ല എടുക്കേണ്ടത്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോ എന്ന് പറഞ്ഞാൽ 1 കിലോ അരിയും 1 കിലോ ചിക്കനും ഉള്ള ആ ഒരു ബിരിയാണി വെക്കാനുള്ള അളവിനുള്ള മസാലയാണിത്. ഇത് നമുക്ക് വേണമെങ്കിൽ പൊടിച്ച് നേരത്തെ സൂക്ഷിക്കുക, പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് പൊടിച്ചെടുക്കുമ്പോഴാണ് അതിന് എപ്പോഴും ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ മസാല ഞാൻ പൊടിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലിൽ നല്ലപോലെ എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് 1 മാസം വരെ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി അപ്പം പൊടിച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഗ്ലാസ് ബോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ബോട്ടിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ നല്ല ഡ്രൈ ആയിരിക്കണം, വെള്ളമൊന്നും പാടില്ല. അതുപോലെ തന്നെ നല്ലതുപോലെ മസാല തണുത്ത ശേഷം മാത്രമേ അടിച്ചു വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം തങ്ങിയിട്ട് മസാലപ്പൊടി ചീത്തയായിപ്പോവും. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ്സിൽ കൂടി അറിയിക്കണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഈ ചാനലിനെ കുറിച്ച് പറയാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.